നമ്മുടെ സമുദായത്തിലേക്ക് ചുരുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമല്ല, മറിച്ച് നമ്മൾ പൊതുസമൂഹത്തെ മുഴുവൻ വളർത്തിയ ചരിത്രത്തെ കുറിച്ച് അഭിമാനിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മളിലേക്ക് തന്നെ ചുരുങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ടുമല്ല ഇപ്രകാരമുള്ള ഒരു ആചരണം നടത്തുന്നത്. പൊതുസമൂഹത്തെ വളർത്തിയവരാണ് നമ്മൾ. ആ ഒരു വലിയ അഭിമാനമാണ് നമുക്ക് ഇന്നുമുണ്ട്. നമ്മൾ തുടങ്ങിയ ഒരു സ്ഥാപനവും നമുക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം. നമ്മൾ തുടങ്ങിയ സ്കൂളുകളോ കോളേജുകളോ ആശുപത്രികളോ അതൊന്നും നമുക്ക് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയത്. നമുക്ക് എയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചതൊക്കെ ഏതാണ്ട് വലിയ ആനുകൂല്യം പോലെ കരുതുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരം എവിടെ നിൽക്കുമായിരുന്നു? കേരളത്തിൽ ജനത്തിന് വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അത് ജാതി മതഭേദമന്യേ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ തയ്യാറായതുകൊണ്ടാണ് നമുക്ക് സ്കൂളുകൾ കിട്ടിയത്. അല്ലാതെ നമ്മൾ അർഹമല്ലാത്തതെന്തോ ചോദിച്ചു മേടിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പോൾ പലരും സംസാരിക്കുന്നുണ്ട്. പല മേഖലകളിൽ അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. നമുക്കെന്തോ പ്രത്യേക ആനുകൂല്യം കിട്ടി എന്നുള്ളൊരു രീതിയിൽ. ഇന്നും പൊതുവിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയൊരു ഏജൻസി ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പൊതുസമൂഹം മുഴുവനുമാണ് അതിൽ നിന്ന് ഫലമെടുത്തത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്.